ഹായ്, ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. നേരം ഇന്നിപ്പോൾ ശനിയാഴ്ചത്തെയാണ് കേട്ടോ, ശനിയാഴ്ചയാണ്. നേരം ഇപ്പോൾ വീഡിയോ എന്താണ് അപ്ലോഡായി വരികയെന്നൊന്നും അറിയില്ല കേട്ടോ. നേരം രാവിലെ നമുക്ക് സോയാബീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പും മുളകും മഞ്ഞളൊക്കെ പെനക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പോയിട്ട് വെക്കണം. പൊന്നൂസിന് ഇന്ന് ക്ലാസ് ഉണ്ട് കേട്ടോ. പൊന്നൂസിന് ഇന്ന് ശനിയാഴ്ചയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. SPC ഉണ്ട്, സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ കുഞ്ഞാപ്പ് മണി എണീറ്റിട്ടില്ല, നല്ല ഉറക്കത്തിൽ പെണീറ്റത് അവിടെ കിടക്കുന്നുണ്ട്. കുഞ്ഞാപ്പ് ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പൊ വീഡിയോയിലൊന്നും വരില്ല, വലിയ ആളായി പോയി. ഭയങ്കര നാണാ കുഞ്ഞാപ്പ് കുട്ടിക്ക്. പൊന്നൂസ് ഇതാ പോവാൻ വേണ്ടി റെഡി ആവുന്നുണ്ട്. ഇന്ന് SPC ആയതുകൊണ്ട് SPC യൂണിഫോമിലാണ് കേട്ടോ. അന്നേരം 2 സ്പെഷ്യൽ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ആൾ വരുമ്പോഴത്തേക്കും ഒരു സമയമാവും. അന്നേരം ഞാനിനി പോയിട്ട് ഇതൊക്കെ ഒന്ന് റെഡിയാക്കണം. പൊന്നൂസിന് കൊണ്ടുപോകാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചതാണ് കേട്ടോ. അതിപ്പോൾ തിളയ്ക്കാനായിട്ടുണ്ട്. ഇന്നത്തെ കറി ഇപ്പോൾ ഉണക്കമീനാണ് കേട്ടോ. ഉണക്കമീനും തക്കാളിയും കൂടെ തേങ്ങ അരച്ച് കറി വയ്ക്കുകയാണ്. കുറേ ദിവസമായിട്ട് ഉണക്കമീൻ കറി വെച്ചിട്ട്. ഉണക്കമീൻ കുഞ്ഞ മത്തിയാണ് കേട്ടോ. ഉണക്കമീൻ കുറച്ച് നന്നില്ല കേട്ടോ. മീനെ ഇച്ചിരി പഴക്കമുള്ള പോലെ തോന്നുന്നുണ്ട് കാണുമ്പോൾ. നന്നാക്കുമ്പോൾ ആ ഒരു ഫീൽ ഉണ്ട്, കുറച്ചൊരു പഴകിയ പോലെ. എന്നാലും പൈസ കൊടുത്ത് വാങ്ങിയല്ലേ, കളയാൻ പറ്റില്ലല്ലോ. അന്നേരം ഉണക്കമീൻ കറി വെക്കട്ടെ. എല്ലാവരും ഉണക്കമീൻ കറി വെച്ചാൽ ഉണക്കമീൻ കറി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. തക്കാളി ഇട്ടിട്ട് ഉണക്കമീൻ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അതുപോലെ പച്ചക്കായി ഒക്കെ ഇട്ടിട്ട് ഉണക്കമീൻ കറി വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ചോറും ഞാൻ വേറെ കറിയൊന്നും വേണ്ട. നമ്മളെ പച്ചമീൻ കറീനെക്കാട്ടിലും ടേസ്റ്റാണെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ചില കൂടുതൽ ഉണക്കമീൻ കറിയാണ് കേട്ടോ പച്ചമീനിനെക്കാട്ടിലും. അന്നേരം ഇന്നിപ്പോൾ സോയാബീൻ ഫ്രൈ വെച്ചിട്ടുണ്ട്. സോയാബീൻ ഫ്രൈ വെച്ചിട്ട് പൊന്നൂസിന് കൊടുത്തു. ഇനിയിപ്പോൾ ഇതും കൂടെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കുക്കിംഗ് പരിപാടി ഇത്രയേ ഉള്ളൂ കേട്ടോ. രാവിലെ ഉണക്കമീൻ നമ്മൾ സാധാ പച്ചമീൻ കറി വെക്കണ പോലെ തന്നെ തക്കാളി ഉള്ളി പച്ചമുളക് ഇട്ട് തേങ്ങ അരച്ചൊഴിക്കുന്നുണ്ട്. തേങ്ങ വെളുത്തുള്ളി ഇഞ്ചി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് തേങ്ങ അരച്ചങ്ങോട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ തന്നെയാണ് ഞാൻ പച്ചമീൻ തേങ്ങ അരച്ച് കറി വെക്കൽ. അതിനകത്തിന് കുടംപുളി ഇടണം. കുടംപുളി ഇവിടെ മീൻ കറിയിൽ ഉണക്കമീനാണെങ്കിലും പച്ചമീനാണെങ്കിലും ഒക്കെ കുടംപുളി തന്നെ ഇടല്, വളംപുളി ഇടലില്ല കേട്ടോ. കുടംപുളി ഇട്ടിട്ട് തന്നെയാണ് ഇവിടുത്തെ മീൻ കറി മെയിനായിട്ട്. പൊന്നൂസ് പോകാനായോ? ഞാനവിടെ പണി ഇസ്തിരി എല്ലാം ഇട്ടിട്ട് എല്ലാം ഇവിടെ ഇട്ട് വെച്ചിട്ട് പോയി കേട്ടോ. ഞാൻ മീൻ കറി അടുപ്പത്ത് വെച്ചിന്. ഇനി മീൻ കറി അവിടെ ഇരുന്ന് ആവട്ടെ. മീൻ കറി ആയിട്ട് നമ്മളതിൽ വേറെ പരിപാടിയൊന്നുമില്ല. അരച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. വറവിടലൊന്നുമില്ല ഉണക്ക മീൻ കറി ആയതുകൊണ്ട്. പിന്നെ എന്നുള്ളത് എല്ലാം ഒന്ന് ഒതുക്കിപ്പറിച്ച് വെക്കണം. നമ്മളെ കുഞ്ഞാപ്പ് കുട്ടിയും പൊന്നൂസും എല്ലാം റെഡി വലിച്ച് വാരിയിട്ടിട്ടാണ് പോയത് കേട്ടോ. ഉണ്ടോ മോളെ? മാറ്, അമ്മ അടിച്ചു വരട്ടെ. കുഞ്ഞാശ് പല്ലേച്ചിനാ? പല്ലേച്ചിട്ടില്ല? പല്ലേക്ക് ഇനിയിപ്പോൾ അതെല്ലാം ഒന്ന് അടിച്ചു വാരി മുട്ടടിച്ചു വാരണം, അലക്കണം, വെള്ളം കൊണ്ടുവരണം. പണികൾ ഇനി ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഒന്നും എന്താ അറിയില്ല, എല്ലാം കൊണ്ട് കുറച്ച് നേരം വൈകിപ്പോയിനെ. മൊത്തത്തിലൊരു നേരം വൈകുന്നേരമായിപ്പോയിന്നേ തോന്നുന്നുണ്ട്. കുട്ടികൾ സ്കൂളിൽ പോകണ്ടാത്തതുകൊണ്ട് കുറച്ച് വൈകി. പൊന്നൂന് പോകണ്ടോണ്ടാന്ന് തോന്നുന്നു ഈ നേരത്തെങ്കിലും അല്ലെങ്കിൽ ഈ നേരത്തും ആവില്ല കേട്ടോ. അന്നേരം ഇനിയിപ്പോൾ അതെല്ലാം അടിച്ചു വരക്കണം, മുട്ടടിച്ചു വരാൻ പോകാം. മുട്ടടിച്ചു വരിയിട്ടില്ല കേട്ടോ, മുട്ടടിച്ചു വരാനുണ്ട്, പണികളുണ്ട് ഇനിയിപ്പോൾ. ഇവിടം വരെയാണ് കേട്ടോ എനിക്ക് വോയിസ് ഇട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ അങ്ങോട്ട് വോയിസ് ഇടാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇതിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായില്ല, വൈഫൈൻ്റെ കാര്യം. അന്നേരം അതിന് ലൈൻ വലിക്കാൻ വേണ്ടി ആൾ വന്നായിരുന്നു കേട്ടോ. പിന്നെ അവരവിടെ ഉള്ള പുറത്തുണ്ട് ലൈൻ വലിക്കുന്നുണ്ട്. അന്നേരം പിന്നെ വർത്താനം പറഞ്ഞ് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അന്നേരം പിന്നെ അതവിടെ നിർത്തി വെച്ചു കേട്ടോ. പിന്നെ ഞാൻ വോയിസ് ഇടാൻ വിചാരിച്ചു. പിന്നെ ഈ മുറി ഒതുക്കണത് എൻ്റെ മിക്ക വീഡിയോസിലും എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും അറിയാം. അന്നേരം ഈ മുറി വൃത്തിയാക്കാന്ന് പറഞ്ഞാൽ എന്നും ചെയ്ത് അത്രയും നല്ലതെന്ന് വിചാരിക്കും. പക്ഷേ ഞാൻ എന്നും ചെയ്യില്ല കേട്ടോ. 2 ദിവസം കൂടുമ്പോഴൊക്കെ ചെയ്യുള്ളൂ. കാരണം ഒരുവിധം ആൽക്കോൾ തായിട്ട് അങ്ങോട്ട് ഒതുക്കി വെക്കാമെന്ന് വിചാരിക്കും ഞാൻ. എനിക്ക് മടി പിടിക്കും എന്നും ഇതന്നെ ചെയ്യുമ്പോൾ. അന്നേരം ഞാൻ വെച്ച് 2 ദിവസം കൂടുമ്പോൾ അങ്ങോട്ട് ഒതുക്കി വെക്കുക. അതിൻ്റെ അടിയിൽ കടലാസം മുറിച്ചത് അത് ഇത് എന്ന് പറഞ്ഞിട്ട് ഇഷ്ടം പോലെ സാധനങ്ങൾ ഉണ്ടാവും കേട്ടോ. മുടിയിൽ കുത്തുന്നത്, ടിക്ക്, എല്ലാ അൽക്കോലത്തും അതിൻ്റെ അടിയിലുണ്ടാവും കേട്ടോ. അതൊന്ന് അടിച്ചു വാരി വൃത്തിയാക്കി എടുക്കണമെങ്കിൽ കുറച്ച് നേരത്തെ പണി പിടിക്കും. എന്നാൽ ഇവിടെ 2 വിധത്തിലാണ് കേട്ടോ പുസ്തകങ്ങളുള്ളത്. 2 ആൾക്ക് 2 കളറിലാണ് പുസ്തകത്തിൻ്റെ പൊതി വാങ്ങിക്കുക. അല്ലെങ്കിൽ പുസ്തകം മാറിപ്പോവും കേട്ടോ. 2 പേര് മാറി മാറി അങ്ങനെ കൊണ്ടുപോകാറുണ്ട്. അതിന് ശേഷം 2 ആൾക്ക് 2 കളറിലാണ് പുസ്തകത്തിൻ്റെ പൊതി മേടിക്കുക. എത്ര വാങ്ങിച്ച് പൊതിയിട്ട് കൊടുത്തിട്ട് ഒരു കാര്യമില്ല എന്ന് പറയും പോലെയാണ് എൻ്റെ ചക്കരേൻ്റെ കാര്യം. പുസ്തകത്തിൻ്റെ പൊതി കുറച്ച് ദിവസത്തേക്കേ ഉണ്ടാവുള്ളൂ. പുസ്തകത്തിൻ്റെ അരികും ഉണ്ടാവില്ല, മൂല ഉണ്ടാവില്ല. എല്ലാ മക്കളും ഇങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ എപ്പോഴും പുസ്തകം പൊതിയും പറയും വൃത്തിയേടാക്കല്ലേ വൃത്തിയേടാക്കല്ലേ. എൻ്റെ കുട്ടീൻ്റെ കുത്തിത്തിരകൽ കാരണം അതൊക്കെ വൃത്തിയേടാവും കേട്ടോ. പിന്നെ ആ മുറിയെല്ലാം ഒന്ന് മൊത്തത്തിൽ വൃത്തിയാക്കിയെടുത്ത്
പിന്നെ പൊന്നൂസ് ഇന്ന് വെള്ളം കൊണ്ടുപോയിട്ടില്ല കേട്ടോ. പുസ്തകങ്ങൾ കൂടുതലുള്ള ദിവസം ആൾ വെള്ളം കൊണ്ടുപോവില്ല മടിയായിരിക്കും ചില സമയം. ഇനിയിപ്പോൾ രണ്ടാളെ കുപ്പിയുള്ളതുകൊണ്ട് ചില സമയം മാറിയെടുത്തിട്ട് പോകും, അങ്ങനെയും ചെയ്യും കേട്ടോ. പിന്നെ നമ്മളെ മീൻകറിയൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അതിൽ ലേശം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ലേശം കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നമ്മളെ മീൻകറീൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇതാ തുണി അലക്കാൻ നേരെ അങ്ങോട്ട് പോയി. അകത്ത് അടിക്കലും വെറുക്കലും കഴിഞ്ഞ് കഴിഞ്ഞാൽ തുടച്ചിട്ടില്ല കേട്ടോ. എല്ലാം അടിച്ചു വാരി വൃത്തിയാക്കിയിട്ട് നേരെ അലക്കാൻ പോയി. തുടക്കൽ പിന്നെ ചക്കര പോയിട്ടാണെങ്കിലും ചെയ്യാമല്ലോ. ഒരകത്തെ വീഡിയോസ് മാത്രം എടുക്കുമ്പോൾ നമുക്ക് കുറഞ്ഞ വീഡിയോസേ ഉണ്ടാവുള്ളൂ, ലെങ്ത്ത് ഉണ്ടാവില്ല. പിന്നെ പ്രത്യേകിച്ച് എന്തെന്നാ ഡേ മൈ ലൈഫ് പോലെയൊക്കെ എടുക്കുമ്പോൾ മൊത്തത്തിൽ എടുക്കണമല്ലോ എന്ന് വിചാരിക്കുന്നത്. ഡേ മൈ ലൈഫ് പോലെയൊന്നും ആയിട്ടില്ല, മൊത്തത്തിൽ വീഡിയോസൊന്നും കിട്ടിയിട്ടില്ല. ഇനി ഒരുപാട് വീഡിയോസിൻ്റെ അകത്ത് മിസ്സിങ് ആണ് കേട്ടോ. അങ്ങനെ എടുക്കുമ്പോൾ കുറേ ടൈം എടുക്കും, എഡിറ്റിങ്ങിൽ ഭയങ്കര പാടാണ്. പിന്നെ ലെങ്ത്ത് കൂടുന്നതനുസരിച്ച് എൻ്റെ നെറ്റ് പ്രോബ്ലം ഉള്ളതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ വൈഫൈയോ കാര്യങ്ങളോ ഒന്നും ഇടാൻ പറ്റണില്ല കേട്ടോ. വൈഫൈന്ന് ലൈവ് ഒന്നും ഇടാൻ പറ്റണില്ല, നെറ്റിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട്. നെറ്റ് വേഗം തീരുവാണ്, ആദ്യത്തെ പോലെ നെറ്റ് കിട്ടണില്ല. മൊത്തത്തിൽ എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ ഈ നെറ്റിൻ്റെ പ്രോബ്ലം എന്താണെന്നൊന്നും അറിയത്തില്ല. എന്തായാലും വൈഫൈ നമുക്ക് അടുത്ത ആഴ്ച തൊട്ട് കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കണം. അല്ലാണ്ട് നെറ്റ് റീചാർജ് ചെയ്യൽ ഭയങ്കര കഷ്ടമാകുന്നുണ്ട് കേട്ടോ. ഭയങ്കര പൈസയും കൂടുതലാണ്. നമുക്ക് ഇടക്കിടക്ക് 19 20 ചെയ്യുമ്പോൾ അത് ഭയങ്കര നഷ്ടമാണ് കേട്ടോ. കുറച്ച് നേരത്തേക്കല്ലേ കിട്ടുന്നുള്ളൂ. അന്നേരം വൈഫൈ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു കാര്യം നോക്കണ്ടല്ലോ, അന്നേരം അത് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ പുതപ്പ് ഞാൻ തലേ ദിവസം രാത്രി മുക്കി വെച്ചാണ് കേട്ടോ. കുട്ടികൾ ബെഡ്ഷീറ്റിൻ്റെ അടിയിൽ വിരിക്കണ പുതപ്പാണത്. അന്നേരം കുറച്ച് ദിവസമായി എടുത്ത് അലക്കാണ്ട്, അന്നേരം ഒന്നെടുത്ത് അലക്കിയതാണ്. തലേന്ന് രാത്രിയെ സോപ്പ് വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നേരം ഞങ്ങൾ ഈ പേരക്കമരത്തിൻ്റെ മുകളിലാണ് ഞങ്ങൾ പുതപ്പ് അലക്കിയാൽ ആറിയിടുക. കാരണം 4 ഭാഗത്തും കൂടെ വെള്ളം തോർന്നു പോകുമ്പോൾ വേഗം ഉണങ്ങി കിട്ടും കേട്ടോ. രാവിലെ തന്നെ മുഴുവനായിട്ട് അങ്ങോട്ട് നനഞ്ഞ് കുളിച്ചിട്ടുണ്ട് ഈ ഒരു പുതപ്പ് കാരണം. പുതപ്പ് പൊന്തുന്നേ ഉണ്ടായിരുന്നില്ല, വെള്ളത്തിലിട്ടിട്ട് ഒരു വിധത്തിലാണ് വെള്ളത്തിൽ നിന്ന് ഒലുമ്പി പൊന്തിച്ചെടുത്തത്. കാരണം നല്ല അഴുക്കുണ്ടായിരുന്നു. കുറച്ച് ദിവസം കൂടി ബെഡ്ഷീറ്റിൻ്റെ അടിയിലും കൂടി ആയതുകൊണ്ട് അത്യാവശ്യം അഴുക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു, പൊടിയും പിടിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു വിധത്തിൽ ഞാൻ അതിൻ്റെ മുകളിൽ ഇട്ടു കേട്ടോ. ഈ പേരക്കമരം വലുതാവുകയാണെന്ന് വെച്ചാലില്ലേ, എൻ്റെ കല്യാണം കഴിഞ്ഞാൽ വരുന്ന സമയത്തൊട്ട് ഈ പേരക്കമരം ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ അച്ഛൻ അതിനെ വട്ടത്തിൽ വെട്ടിയാണ് കേട്ടോ അത് അങ്ങനെ ആക്കണത്. ഇത് അതിൽ മുന്നേ എടുത്ത വീഡിയോസാണ്. പുതപ്പൊക്കെ ആറിയിടുന്നതിലും മുന്നേ എടുത്ത വീഡിയോസായിരുന്നു തുണി ആറിയിടുന്നത്. എഡിറ്റിങ്ങിൽ നേരെ തിരിഞ്ഞു പോയതാണ് കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾ വീഡിയോസിൽ അവിടെ നോക്കുമ്പോൾ പുതപ്പ് കാണുന്നുണ്ടാവില്ല. ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് അത് കണ്ടത്. പിന്നെ തിരിച്ചു പോയി എഡിറ്റ് ചെയ്ത് മാറ്റാൻ മടിയായി. പിന്നെ ഇന്നിപ്പോൾ ഒരു മഴ മൂടിയ കാലാവസ്ഥയാണ് കേട്ടോ. രാവിലെ തന്നെ എനിക്കൊരു സങ്കടമായിരുന്നു, പുതപ്പ് അലക്കിയിട്ടൊരു ദൈവമേ ഇന്ന് മഴ പെയ്യോ എന്നുള്ളൊരു വിഷമം ഉണ്ടായി. നോക്കുമ്പോൾ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും വെയിലൊക്കെ എറിച്ച് വന്നിട്ടാ. പിന്നെ ഞാനിത് തലേ ദിവസം പൊട്ടിച്ചിട്ടച്ച വിറകായിരുന്നു. അതൊരു മണ്ണ് ചെതൽ പിടിച്ചിട്ടൊരു നനവുണ്ടായിരുന്നു. അന്നേരം അതൊക്കെ ഒന്ന് പൊയ്ക്കോട്ടെ എന്നിട്ട് അവിടെ തന്നെ പൊട്ടിച്ചിട്ടേച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം മഴ മൂടിൽ കണ്ടപ്പോൾ വേഗം അങ്ങോട്ട് പെറുക്കിക്കൊണ്ടൊക്കെയാണ് കേട്ടോ. എന്താ വെച്ചാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ഉള്ളതിലും കൂടെ നനഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ കത്തിക്കലുണ്ടാവില്ല, ചോറ് തീറ്റ ഉണ്ടാവില്ല. അന്നേരം വേഗം അതെല്ലാം ഒന്ന് പെറുക്കിക്കൊണ്ടുവച്ച്. ഇത് നമ്മളിവിടെ ചോലടിച്ചപ്പോൾ ഉണ്ടായ വിറകായിരുന്നു, കുറേ ആയ വിറകാണ് കേട്ടോ. അന്നേരം അതവിടെ അങ്ങനെ ചെതൽ പിടിച്ച് കിടക്കാൻ നേരം ഞാൻ എന്തൊക്കെയായാലും ഒന്ന് പൊട്ടിച്ചിട്ടത്. എന്ന് വിചാരിക്കും പൊട്ടിച്ചിടണം, സമയം കിട്ടൂല കേട്ടോ. പിന്നെ ഈ വിറകെടുത്തൊക്കെയും അത്യാവശ്യം പരിപാടികളൊക്കെ കഴിഞ്ഞ് ചായയുടെയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയി ലേശം ചാണകം എടുത്തുകൊണ്ടുവന്നു കേട്ടോ. അടുത്ത വീട്ടിൽ പോയിട്ട് കുറച്ച് ചാണകം കൊണ്ടുവന്നു. നമ്മൾ അടുപ്പൊക്കെ മെഴുകിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസം ആയില്ലേ, അതുകൊണ്ട് തന്നെ അടുപ്പൊക്കെ ഒന്ന് മെഴുകിയിടാം, മുറ്റത്ത് ലേശം തളിക്കുകയൊക്കെ ചെയ്യാമല്ലോ വിചാരിച്ചിട്ട് പോയി ചാണകമൊക്കെ എടുത്തുകൊണ്ടുവന്നു. അന്നേരം ചാണകം തേച്ച് അടിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുളിക്കാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അന്നേരം കുളിക്കണേൽ മുന്നേ ഈ പരിപാടിയൊക്കെ ചെയ്തത്. അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരത്ത് കുഞ്ഞാപ്പൂനെ കുളിപ്പിച്ച് ഉറക്കി എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതൊന്ന് പഴംപൊരിയാണ് കേട്ടോ. നമ്മൾ ആട്ടപ്പൊടിയിൽ ഉണ്ടാക്കുന്ന പഴംപൊരിയാണ് നമ്മളെ വീട്ടിൽ നമ്മൾ മൈദ യൂസ് ചെയ്യാറില്ല ഇപ്പോൾ ഒന്നിനും. ആട്ടപ്പൊടി റവയിട്ട് ഉണ്ടാക്കിയ പഴംപൊരിയാണ്. അന്നേരം നല്ല സൂപ്പറാണ്. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.